ഷാർജ അൽ നഹദയിൽ മലയാളി യുവതിയെയും 5 വയസ്സുകാരിയായ മകളെയും ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ ഭർത്താവിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരന്തരം ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങളാണ് ഈ ദാരുണ സംഭവങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഷാർജ അൽ നഹദയിലെ സഹാറ മാളിന് സമീപമുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ ഈ ദുരന്തം അരങ്ങേറിയത്. കണ്ണൂർ അഴീക്കോട് സ്വദേശിനി 35-കാരിയായ ആർഷ, ഇവരുടെ 5 വയസ്സുകാരിയായ മകൾ റൂഹി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 7:15 വലിയൊരു ശബ്ദം കേട്ട് ഓടിയെത്തിയ കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരനാണ് ചോരയിൽ കുളിച്ച നിലയിൽ മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ആർഷയും കുടുംബവും ഇതേ ഫ്ളാറ്റിലാണ് താമസിച്ചു വരുന്നത്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തുകയായിരുന്നു ആർഷ. ദുരന്തം നടക്കുന്നതിന് തലേ ദിവസം രാത്രിയും ഇവരുടെ ഫ്ളാറ്റിൽ കടുത്ത കുടുംബ വഴക്ക് നടന്നിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബഹളത്തെ തുടർന്ന് അന്ന് രാത്രി ഷാർജ പോലീസ് സ്ഥലത്തെത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ആർഷയ്ക്ക് കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഭർത്താവ് നിഹിൽ നേരത്തെ പറഞ്ഞിരുന്നതായി കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ വെളിപ്പെടുത്തി. എന്നാൽ അന്വേഷണ സംഘം ഈ വാദം പൂർണ്ണമായി മുഖവിലക്കെടുത്തിട്ടില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഷാർജ പോലീസ് തുടർ നടപടികൾക്കായി കേസ് ഫയലുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. വിമാനത്താവള മേഖലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് നിഹിലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരും തമ്മിൽ മുൻപും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. എന്നും രാവിലെ സ്കൂളിൽ പോകാൻ പിതാവിനൊപ്പം ഇറങ്ങുമ്പോൾ എല്ലാവർക്കും കൈവീശി യാത്ര പറഞ്ഞിരുന്ന റൂഹി എന്ന കൊച്ചുമിടുക്കിയുടെ ചിരിക്കുന്ന മുഖം ഇപ്പോഴും കണ്ണിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് കെട്ടിടത്തിലെ ജീവനക്കാർ സങ്കടത്തോടെ ഓർക്കുന്നു. ഏവരോടും എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം പെരുമാറിയിരുന്ന ആ അമ്മയുടെയും മകളുടെയും അപ്രതീക്ഷിത വിയോഗം ഷാർജയിലെ പ്രവാസി സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം പൂർത്തിയാക്കുന്നതോടെ മാത്രമേ ഈ മരണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.